ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബഡീസ് ഇതിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് 4:30 നമ്മൾ ഇറങ്ങും. വെളുപ്പിന് 4:30 ഇറങ്ങും, 5:30 ട്രെയിന്. എവിടെയെന്നൊക്കെയുള്ളത് പറയാം ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് അങ്കമാലിക്കാണ്. എറണാകുളത്ത് നിന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ അങ്കമാലിക്ക് പോകാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിലേറ്റീവ് അവിടെയാണ്. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ കുറേ നാളായിട്ട് ആൻറ്റി വിളിക്കുന്നുണ്ട് അങ്കമാലിക്ക് വായോ എന്ന്. എന്തായാലും വായോ എന്ന് വിളിക്കുന്നതല്ലേ, അപ്പം നമ്മൾ എന്തുകൊണ്ട് പോയിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് തമ്പാനൂരിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത്. വണ്ടിയിലാണ് പോയത് തമ്പാനൂർ വരെ. പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം അവിടെ പാർക്ക് ചെയ്യാൻ ഒരുപാട് വണ്ടികൾ ഇരുന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ എവിടേക്കോ കൊണ്ട് വണ്ടി വെച്ചിട്ടാണ് തിരിച്ചു വന്നത്. ട്രെയിൻ എടുക്കുന്നതിന് 1-2 മിനിറ്റ് വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ അവിടെ എത്തിയത് തന്നെ. അതുകൊണ്ട് നമുക്ക് സീറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഏറ്റവും ബാക്കിൽ കയറിയിട്ട് നമ്മൾ ഫ്രണ്ടിലായിരുന്നു കേട്ടോ നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ നടക്കുകയാണ് ചെയ്തത്. ട്രെയിൻ എടുത്ത് ഒരു 5 മിനിറ്റൊക്കെ ആയി നമ്മളെ സീറ്റിലെത്തിയപ്പോൾ അതിനേക്കാൾ അപ്പുറമായിരുന്നു. കാരണം നമ്മൾ ട്രെയിനിന് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സീറ്റായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെ ഇഷ്ടമേ അല്ല ഇരിക്കുന്നത്. എനിക്ക് തലയിറക്കവും ഛർദിലും അപ്പോഴിളവും. ഞാൻ അതുകൊണ്ട് നൈസിന് സീറ്റ് മാറിയിരുന്നു. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഒരുമാതിരി ആയപ്പോൾ ഫ്രണ്ടിലൊരു സീറ്റ് കിടക്കണായിട്ട് ഓടിച്ചാടി പോയിരുന്നതാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ വിൻഡോ സീറ്റ് അപ്പോഴേ ഒഴിവില്ലായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ ഇരുന്ന ആൾ പോയത്. അപ്പോൾ പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അങ്കമാലിക്ക് എത്തി. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂബറിലാണ് പോകുന്നത്. കാരണം നമുക്ക് ഇതിനു മുമ്പ് പോയിട്ടില്ലാത്തതുകൊണ്ട് വഴിയും കാര്യങ്ങളൊന്നും വലിയ നിശ്ചയമില്ല. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. അപ്പോൾ ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നല്ല വിശപ്പോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഗൈസ്. രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒരു പഴംപൊരി മാത്രമാണ് എല്ലാവരും കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. നമ്മൾ കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും എല്ലായിടത്തും ജാതി മരം ഗൈസ്. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് കലാപം മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ മണിച്ചേട്ടൻ്റെ കല്ലറയോട് ചേർന്നിട്ടാണ് ഈ ജാതി മരം അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ 2019 മെയ്യിൽ, അതായത് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടോ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു ടൈമിലായിരുന്നു ഗൈസ് ഞാൻ പോയത്, പ്രളയം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. ഇവിടെ വലിയൊരു ജാതിക്ക തോട്ടം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാനായിട്ട് ഇറങ്ങാം. അതിന് മുമ്പേ വിശന്ന് വന്നതല്ലേ, അപ്പം നമുക്ക് ചായ തന്നു ആൻറ്റി. അങ്ങനെ ചായ കുടിച്ചു. പിന്നെ നല്ല ചൂടോടെ നല്ല അടിപൊളി അപ്പവും ഉണ്ടായിരുന്നു, അതുപോലെ സ്റ്റൂ ഉണ്ടായിരുന്നു ഗൈസ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ആ സ്റ്റൂവിൻ്റെ മണം എൻ്റെ സാറേ. ഫുഡ് എന്തായാലും കഴിച്ചു കഴിഞ്ഞില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്തായാലും ജാതിക്ക തോട്ടം കണ്ടിട്ടില്ലാത്തവർ എല്ലാവരും വന്നോളൂ, നമുക്ക് ജാതിക്ക പറക്കാനായിട്ട് പോകാം. നമ്മൾ ജാതിക്ക തോട്ടത്തിലോട്ടൊന്ന് കയറേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കൊതുകളെല്ലാം അറിഞ്ചും നമ്മളെ വരവേറ്റു. പിന്നെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ജാതിക്ക തോട്ടം കേട്ടോ. അപ്പോൾ അധികം ദൂരമൊന്നും പോവേണ്ടി വന്നില്ല. ഈ ജാതിക്ക തോട്ടത്തിൻ്റെ തൊട്ട് പുറകിലൊരു സൂത്രമുണ്ട്. അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു അവിടെയുണ്ട്. അത് എന്താണെന്നുള്ളത് മനസ്സിലായവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ശരിയാണോ നോക്കാമല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ജാതിക്ക ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ സിനിമയിലെ അനശ്വര രാജനും മാത്യുവും കൂടെ മറ്റേ ജാതിക്ക തോട്ടത്തിൽ പ്രണയിച്ച് നടക്കുമ്പോൾ ജാതിക്ക കടിക്കൂലേ, അത് ഓർമ്മിച്ച് വെച്ചിട്ടാണ് ആ ഒരു ഓർമ്മയിലാണ് ഞാനൊരു കടി കടിച്ചത്. എനിക്ക് ഫസ്റ്റ് കടി ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് കടി എനിക്ക് കയ്പ്പായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ബൈറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവം കഴിക്കും പോലെ എനിക്ക് തോന്നി. പക്ഷെ രണ്ടാമത്തെ ബൈറ്റിൽ ആ കംപ്ലീറ്റ് വിചാരവും തകിടം മറിഞ്ഞതുപോലെ ആയിരുന്നു. നമ്മളവിടെ ജാതിക്ക പറക്കിക്കൊണ്ട് നിന്നപ്പോൾ കുഞ്ഞാവ് അവിടെ നിന്ന് മഞ്ചാടിക്കുരു പറക്കിക്കൊണ്ടിരുന്ന കേട്ടോ. അങ്ങനെ ജാതിക്കയെല്ലാം പറക്കി വീടിന് ചുറ്റും കറങ്ങി കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. ഫ്രഷായിട്ട് ഇരുന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി കപ്പ മാങ്ങ ഉപ്പും കൂടെ ഇട്ട് കൊണ്ടുവന്ന് ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു. കപ്പയുണ്ട്, മൂവാണ്ടൻ മാങ്ങയുണ്ട്, അങ്ങനെ വെറൈറ്റി അടിപൊളി പഴുത്ത മാങ്ങകളുണ്ടായിരുന്നു ഗൈസ്. ഏറ്റവും കിടിലൻ ടേസ്റ്റായിരുന്നു.
അപ്പോഴേക്കും ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. എറണാകുളം സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഫേവറേറ്റ് മീനായിട്ടുള്ള നമ്മളിവിടെ ഞവര എന്ന് പറയും, പിന്നെ നവര എന്നും പറയും, അങ്ങനെ ഒരു മീൻ, അത് പൊരിച്ചതും ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി വെച്ചതും ഉണ്ടായിരുന്നു. അവിടുത്തെ ആൻറ്റിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. അതിൽ പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീമും വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ വീഡിയോയിൽ ആദ്യമേ കാണാത്ത ഒരാളെ കൂടെ കാണാൻ പറ്റും. അത് ആൻറ്റിയുടെ മോളാണ് കേട്ടോ, എമി എന്നാണ് അവളുടെ പേര്. എൻ്റെ അതേ സെയിം പ്രായം തന്നെയാണ്, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അവൾ കോളേജിൽ പോയിട്ട് ഉച്ചയ്ക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം രാവിലത്തെ വീഡിയോസിലൊന്നും അവളില്ലായിരുന്നു കേട്ടോ. അവൾ വന്ന ശേഷമാണ് നമ്മൾ പുറത്തോട്ട് പോയത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷമാണ് റെസ്റ്റ് എടുക്കാനായിട്ട് കയറിയത് കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, എല്ലാവരും ഉറങ്ങി ഗൈസ്. പക്ഷേ എനിക്ക് മാത്രം ഉറക്കം വന്നില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എങ്ങനെയാണ് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഉറക്കമൊന്നും വരില്ല ഗൈസ്. രാത്രി ഉറങ്ങണമെങ്കിൽ തന്നെ ഉറങ്ങും, നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറങ്ങും. എമി വന്ന ശേഷം, എമിയാണ് കേട്ടോ നമ്മളെ ചെറായി ബീച്ചിൽ കൊണ്ടുപോയത്. അവിടെ പോയ ശേഷം നമ്മൾ ആദ്യം ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു. എവിടെ ബീച്ചിൽ പോയാലും ഐസ്ക്രീം കുടിക്കണം എന്നാണല്ലോ. എൻ്റെ വളരെ നാളത്തെ ഒരാഗ്രഹം ഞാൻ ഇന്ന് സാധിക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പറിലൊക്കെ വെട്ടിയിട്ട് ഞാൻ പട്ടം ഉണ്ടാക്കിയിട്ട് ഇവിടെ ടെറസിൻ്റെ മേളിൽ നിന്ന് പറത്താൻ നോക്കിയിട്ടും അത് പറന്നിട്ടില്ല, കാറ്റില്ലാത്തതുകൊണ്ട് പറക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറത്താൻ സാധിക്കാത്ത എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ ഇന്നിവിടെ സാധിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതിൽ കടലിൽ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും പട്ടം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് പറത്തണമെന്ന്. അവിടെ വേറെ ഒരു കുട്ടിയെ പറത്തുന്ന കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് എവിടുന്നു പട്ടം ഉണ്ടെന്ന് തോന്നി. ഞാനത് കട കണ്ടുപിടിച്ച് ഞാൻ വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ എമി അത് അൺബോക്സ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പട്ടം പറത്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി എനിക്കത് സാധിക്കാൻ പറ്റി. അപ്പം ഫസ്റ്റ് ഉദ്ഘാടനം എമിയായിരുന്നു. അപ്പോൾ കുഞ്ഞാവയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പട്ടം പറത്താനായിട്ട്. അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പട്ടം പറത്തുന്നതിനൊക്കെ. അങ്ങനെ ഞാൻ അവസാനം ഫൈനലി എൻ്റെ കയ്യിലേക്ക് വാങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാങ്ങിച്ച് കുറേ നേരം പറത്തി ഗൈസ്. എനിക്ക് അത് പറത്തിയപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറയാൻ പറ്റില്ല ഗൈസ്. അതൊരു ഇതുവരെ സാധിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഇല്ല, അത് ഞാൻ അനുഭവിച്ചു. അപ്പോൾ കൂടാതെ ഞാൻ മാത്രമല്ല ഗൈസ്, എൻ്റെ കുഞ്ഞാവയ്ക്ക് പട്ടം പറപ്പിക്കാൻ കൊടുത്തു. പിന്നെ എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ പട്ടം പറപ്പിച്ചു ഗൈസ്, അമ്മയെ കൊണ്ടുവരെ പറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു കടലമ്മ കള്ളീന്ന് എഴുതാൻ. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഇരുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫോണിൻ്റെ ആ ഒരു വെട്ടത്തിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ കടലമ്മ കള്ളി എന്നൊക്കെ പറഞ്ഞ് എഴുതി. പക്ഷെ കടലമ്മ ചതിച്ചു ഗൈസ്, കടലമ്മ മാച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പകുതി വരെ മാച്ചിട്ട് കടലമ്മ തിരിച്ചു പോയി. കടലമ്മ എന്ത് പിണക്കമാണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത്. അവിടെ നിന്ന് ലാസ്റ്റ് ഒരു ബസ്സുണ്ട്, ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയില്ല ഗൈസ്. ഈ രാത്രി നടന്ന് മരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള മോമോസിൻ്റെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ ഈ മോമോസിൻ്റെ സംഭവമൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാത്തത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല ഗൈസ്, ഈ മോമോസ് കയ്യിൽ ഇങ്ങനെ വേവിച്ച് കിട്ടിയ ഉടനെ ഞാൻ തൊള്ളയിലോട്ടൊന്ന് എടുത്ത് വെച്ചതാണ്. എൻ്റെ അണ്ണാക്ക് പൊള്ളിപ്പോയി ഗൈസ്, അമ്മാതിരി ചൂടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മോമോസ് കഴിച്ച ശേഷം യൂബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോട്ടോ, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂബറിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നേരെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു തുടക്കമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ രാത്രിയും അത് തന്നെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രിയും അത് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം എവിടെയൊക്കെ പോയി എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി സേഫായി ഇരിക്കുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.